ASF നേതാവ് നിമിഷ രാജുവിനെ എറണാകുളം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കിയ CPI SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് PM ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ നിമിഷ രാജുവിനെ SFIയുടെ എതിർപ്പ് മറികടന്നാണ് CPI മത്സരത്തിനിറക്കിയത്. നിമിഷ രാജുവിന്റെ പരാതി അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായിരുന്നു. 2021 MG യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള സെനറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് SFI ASFന്റെ ഒരു സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ ജാതീയമായി അധിക്ഷേപിച്ചു, ഒപ്പം തന്നെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന PM ആർഷയ്ക്കെതിരെ നിമിഷ രാജുവിന്റെ പരാതി. പിന്നീട് അത് വലിയ രീതിയിലുള്ള ഒരു കോലിളക്കം, രാഷ്ട്രീയ കോലിളക്കം തന്നെ സൃഷ്ടിച്ചു. CPM-ഉം DYFI ഉൾപ്പെടെയുള്ളവർ നിമിഷ രാജുവിനെതിരെ രംഗത്ത് വന്നു. ഇപ്പോഴിതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPI നിമിഷ രാജുവിന് സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അത് പറവൂർ ബ്ലോക്കിലെ കെടാമംഗലം ഡിവിഷനിലാണ് മത്സരിക്കുക എന്നുള്ള വിവരമാണ്. നാളെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. LDFന്റെ സ്ഥാനാർത്ഥിയായി നിമിഷ രാജു വരുന്നതിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ഒപ്പം തന്നെ SFIയുടെയും DYFIയുടെയും ഒരു എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് LDFൽ ഉണ്ടായിരുന്നു. ഇത് മറികടന്നുകൊണ്ടാണ് CPIയുടെ ഇത്തരത്തിലുള്ളൊരു നിലപാട്, ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിമിഷ രാജുവിനെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് അറിവോടെയല്ല എന്നും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതുമാണ് നിമിഷ രാജുവിന്റെ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു നിലപാട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. SKN.